എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വേദ ഇപ്പോൾ മാഷിനോടെ ചോദിക്കുന്നു. വിക്രം ഒരു പെറ്റ്ലറാണെന്ന് അവർ ആരോപിച്ചു. വിക്രമാകട്ടെ അത് നിഷേധിച്ചതുമില്ല. തൊണ്ടിമുതൽ കണ്ടെത്തുന്നു, ശിക്ഷ വിധിക്കുന്നു. ഇതെല്ലാം വളരെ പെട്ടെന്നായി പോയെന്ന് അച്ഛന് പോലും തോന്നിയില്ലെന്ന് വേദ ഇപ്പോൾ ചോദിക്കുന്നു. മറുപടി സുധാകരൻ മാഷ് ചെയ്ത തെറ്റിന്റെ ആഴം കോടതിക്ക് ബോധ്യപ്പെട്ടില്ലേ, അതുകൊണ്ടല്ലേ ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇത് കേൾക്കുന്ന വേദ പലപ്പോഴും തെളിവുകളും സാഹചര്യവും കൊണ്ടാണ് ഒരാളെ കുറ്റക്കാരനാക്കുന്നത്, അല്ലാതെ ശരിക്കും അയാൾ കുറ്റക്കാരനായിട്ടല്ല. മറുപടി മാഷ് അന്നത്തെ സാഹചര്യങ്ങളും തെളിവുകളും അല്ലെങ്കിലും അവനെതിരായിരുന്നല്ലോ, അത് തെറ്റായിക്കൂടെ എന്നാണ് ഇപ്പോൾ വേദ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന മാഷ് എങ്കിൽ പിന്നെ അവൻ എന്തിനാ കുറ്റം ഏറ്റെടുക്കണം, അങ്ങനെ ചെയ്തത് അച്ഛന് വേണ്ടി ആയിരിക്കില്ലേ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് വേദ തുടരുകയാണ്. അന്ന് അച്ഛൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു. അന്ന് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി വിക്രം ആ കുറ്റം ഏറ്റെടുത്തതാണെങ്കിലോ. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന കമല എന്നുവെച്ചാൽ വിക്രം ആ കുറ്റം ചെയ്തിട്ടില്ല എന്നാണോ? മറുപടിയായി വേദ അങ്ങനെ എനിക്ക് ഉറപ്പില്ല, പക്ഷേ എന്തായാലും ഞാനിപ്പോൾ ആ കേസിൻ്റെ പിന്നാലെയാണ്. സത്യം എന്താണെന്ന് ഞാൻ കണ്ടെത്തും. ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ കമലയൊന്ന് മാഷിനോടായി ചോദിക്കുന്നു. മാഷെ, നമ്മളുടെ മകൻ അപ്പോൾ ചെയ്യാത്ത തെറ്റാണോ അന്ന് ഏറ്റെടുത്തത്? അവൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ആർക്കു വേണ്ടിയായിരിക്കും? കമല ഇപ്പോൾ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലം മാഷ് അവനെ അകറ്റി നിർത്തിയത് ചെയ്യാത്ത തെറ്റിനാണ് എന്നൊക്കെ വരുമായിരിക്കുമോ? ഇത് കേട്ടപാടി സുധാകരൻ മാഷ് ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം കമലയോടായി പറയുന്നു, വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും കൂടുതൽ തെറ്റുകളിലേക്കല്ലേ പോയത്. സ്വന്തം ഭർത്താവിനെ കുറ്റക്കാരനല്ലാതെ കാണാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് വേദ അങ്ങനെ വരുത്തി തീർക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നതാവാം. വിക്രമിനെ നല്ലവനായി സ്ഥാപിക്കാനുള്ള വേദയുടെ വെറും ഒരു ശ്രമം മാത്രമായിരിക്കും ഇത്. വേദ ഇപ്പോൾ വിക്രമിനോടായി പറയുന്നുണ്ട്, ഞാൻ അന്നത്തെ കേസ് വീണ്ടും അന്വേഷിക്കുകയാണിപ്പോൾ. ആ കേസിൽ പോലീസും കോടതിയും അന്വേഷിച്ച് അന്തിമ വിധിയും പ്രഖ്യാപിച്ചതല്ലേ, പിന്നെയും വീണ്ടും എന്തിനാണ് ആ കേസിൽ ചെയ്യാൻ പോകുന്നത്? എന്നാൽ ഇത് കേൾക്കുന്ന വേദ, നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ എനിക്കും കൂടി ബോധ്യപ്പെടണമല്ലോ, അത് എന്തിനാണെന്ന് വിക്രം ചോദിക്കുന്നു. മറുപടിയായി വേദ, ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് അത്രയുമായിട്ട് നിങ്ങൾക്ക് കൂട്ടിയാൽ പോരെ. ക്ലോസ് ചെയ്ത പഴയൊരു കേസാണെങ്കിൽ പോലും അതിലെ സത്യം മനസ്സിലാക്കാനായി വീണ്ടും അന്വേഷിക്കുക എന്നത് ഒരു ജൂനിയർ വക്കീലിന് സ്വയം ഒരു എക്സസൈസ് അല്ലേ. ഇത് കേൾക്കുന്ന വിക്രം, അപ്പോൾ നീ എൻ്റെ ജീവിതം വെച്ച് കളിക്കാനാണോ? മറുപടിയായി വേദ, ഇത്രയും നല്ലൊരു സ്പെസിമെൻ എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാനെന്തിനാ വേറെ കേസ് അന്വേഷിച്ചു പോകുന്നത്? എന്താ ശരിയല്ലേ എന്ന് വേദ ചോദിക്കുന്നു. ഇതിൻ്റെയൊക്കെ അവസാനം നിരാശയായിരിക്കുമെന്നാണ് വിക്രം പറയുന്നത്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ ഒരിക്കൽ കൂടി പറയേണ്ടി വരും, വിക്രം സുധാകരൻ ഒരു പെറ്റ്ലറായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന വേദ, എനിക്ക് മനസ്സിലാവാത്തതും ഇത് തന്നെയാണ്. ക്രിമിനൽ എന്ന് കേൾക്കുന്ന പലർക്കും കിട്ടാത്ത പല ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരാളാണ് നിങ്ങൾ. ഈ വീട്ടിൽ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന എത്ര ആളുകളുണ്ട്. അച്ഛനാണെങ്കിൽ പോലും ഉള്ളിൽ നിങ്ങളോട് വെറുപ്പില്ല. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് സ്വന്തം ജീവിതം ഇങ്ങനെ ഹോമിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ജയിലിൽ നിന്ന് പുറത്തു വന്ന നിങ്ങളെ ആ സാഹചര്യത്തിൽ ശ്രീനിവാസൻ ഉപയോഗിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് പറഞ്ഞുവിട്ട് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കുകയായിരുന്നു അയാൾ. ഇതെല്ലാം കേട്ട ശേഷം വിക്രം അല്പമൊന്ന് മിണ്ടാതിരുന്നു എന്ന് കരുതി എന്നെ അങ്ങ് ഉപദേശിക്കാനൊന്നും വരല്ലേ. ഇത് കേൾക്കുന്ന വേദ, എങ്കിൽ ശരി, ഞാനങ്ങ് പോയേക്കാം. എന്നാലും സത്യം കണ്ടെത്തി ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അത് വിളിച്ചു പറയുന്ന ദിവസം വരും. അന്ന് നിങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് എനിക്ക് കാണേണ്ടത്. ഇത്രയും പറഞ്ഞ ശേഷം വേദ വീടിനകത്തേക്ക് കയറി വരുന്നു. വേദയെ കണ്ടപാടെ കമലയൊന്ന് ചോദിക്കുന്നുണ്ട്, വിക്രം കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണോ? മറുപടിയെ വേദ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അമ്മേ. പണ്ട് വിക്രം ജയിലിൽ പോയത് അവൻ ചെയ്യാത്ത കുറ്റത്തിനാണോ എന്ന് കമല വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ സ്ഥാപിക്കാനായിട്ട് എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലല്ലോ അമ്മേ. പക്ഷേ അന്ന് നടന്ന സംഭവത്തിൽ വിക്രം പറയാത്തതായിട്ട് പല കാര്യങ്ങളും ഉണ്ടെന്ന് ഇപ്പോൾ വേദ പറയുന്നു. കമല ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നുണ്ട്, മോള് നേരത്തെ പറഞ്ഞതുപോലെ മാഷിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് അപമാനം വരാതിരിക്കാൻ വേണ്ടി അവൻ സ്വയം ആ കുറ്റം ഏറ്റെടുത്തതായിരിക്കുമോ? ഇതിന് മറുപടിയായി വേദ, ഇനി അഥവാ അങ്ങനെ തന്നെയാണെങ്കിൽ വിക്രമിനെ ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് മാറ്റിയെടുക്കണം. എന്റെ ലക്ഷ്യം അതാണെന്നാണ് വേദ പറയുന്നത്. ഇത്രയും പറഞ്ഞ് വേദ അവിടെ നിന്ന് പോകുന്ന പാടെ വേദയുടെ കയ്യിൽ പിടിച്ച് കമലയൊന്ന് പറയുന്നുണ്ട്, മോളെ നീ എന്നോട് പൊറുക്കണം. എന്താ കാര്യമെന്നാണ് വേദ ഇപ്പോൾ ചോദിക്കുന്നത്. ചിലപ്പോഴെങ്കിലും ഞാൻ പുറമേക്ക് നിന്നോട് നീരസം കാണിച്ചിട്ടുണ്ട്, ഇതൊന്നും അമ്മ ആഗ്രഹിച്ച് ചെയ്തതല്ലെന്നാണ് കമല പറയുന്നത്. നിന്റെ അമ്മ നിന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമെന്ന് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണെന്ന് കമല ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നു. ഇതിന് മറുപടി വേദ, മനസ്സറിഞ്ഞ് അമ്മയ്ക്ക് അതൊന്നും കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും എൻ്റെ മനസ്സിലേ ഇല്ല. ഇപ്പോൾ കോടതി വളപ്പിൽ വെച്ച് ദർശനം വേദയും നേരിൽ കണ്ട് സംസാരിക്കുന്നുണ്ട്. വേദയ്ക്ക് നല്ലൊരു ഭാവിയുണ്ടെന്നും വിശ്വേട്ടൻ്റെ കേസ് നല്ല രീതിയിലാണ് അപ്യാർ ചെയ്തതെന്നും ഒക്കെ വേദയ്ക്ക് ദർശൻ കോംപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ചക്രപാണി സാറ് അങ്ങനെ ജൂനിയറായിട്ടുള്ള ആരെയും തന്നെ ഇത്രയും വലിയ കേസുകളൊന്നും ഏൽപ്പിക്കാറില്ല. ഇത് കേൾക്കുന്ന വേദ മറുപടിയായി, ആ കേസ് ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഒരു ദിവസം ശ്രീയേട്ടൻ എന്നെ വന്ന് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുകയുണ്ടായി. അതിനുള്ള മറുപടി കോടതിയിൽ വെച്ച് തന്നെ കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു.
പക്ഷെ അതൊന്നും ഒരിക്കലും വിക്രമിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. ഏതറ്റം വരെയും പോകാനുള്ള വിക്രമിന്റെ ധൈര്യമാണ് ഈ കേസിൽ എന്നെ വിജയിപ്പിച്ചതെന്ന് വേദ പറയുന്നു. വേദ ഇപ്പോൾ ഒന്ന് ദർശനോടെ ചോദിക്കുന്നുണ്ട്, കേസിന്റെ കാര്യത്തിൽ എന്ത് സംശയം വേണമെങ്കിലും എനിക്ക് ചോദിക്കാമല്ലോ. ഓൾവേസ് വെൽക്കം എന്നാണ് ദർശന്റെ മറുപടി. ഞാനിപ്പോൾ വന്നത് തന്നെ അങ്ങനെ ഒരു കാര്യം ചോദിക്കാനാണെന്ന് വേദ പറയുന്നു. ദർശൻ അറിയാമല്ലോ, വിക്രമിനെ ഇപ്പോൾ എല്ലാവരും അച്ഛൻ ഉൾപ്പെടെ കാണുന്നത് ആ പഴയ കേസിന്റെ മറവിലാണ്. ഞാൻ വിക്രമിനെ മനസ്സിലാക്കിയെടുത്തോളം മറ്റുള്ളവർ ആരോപിക്കുന്ന പലതും വിക്രം ചെയ്യാറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പഴയ കേസൊന്ന് പഠിച്ചാൽ കൊള്ളാം. ഏത് കേസ്? പണ്ടയാൾ ജയിലിൽ പോയ കേസാണോ എന്നാണ് ഇപ്പോൾ ദർശൻ ചോദിക്കുന്നത്. അതെ എന്ന് വേദ മറുപടിയായി പറയുന്നു. മറുപടിയായി വേദ അതെ എന്ന് സമ്മതിക്കുന്നു. എൻ്റെ അച്ഛൻ വിക്രമിന് ശിക്ഷ വിധിച്ച അതേ കേസ് തന്നെ. അന്നത്തെ കേസ് വാദിച്ചത് ചക്രപാണി സാറാണെന്ന് ദർശൻ പറയുമ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് എടുക്കാൻ സാധിക്കുമെന്ന് വേദ. പക്ഷെ അതുകൊണ്ടൊന്നും പോരാ, കൂടുതൽ സാക്ഷികൾ, തെളിവുകൾ, അങ്ങനെ എല്ലാം വേണം. അങ്ങനെയുള്ളവരുമായി എനിക്കൊന്ന് നേരിട്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ദർശൻ എന്നെ ഒന്ന് സഹായിക്കണം. ഈ സമയം ശങ്കരനാരായണൻ കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. വന്നപാടെ പത്മം ചെന്ന് ചായ കൊടുക്കുന്നുണ്ട്. അമ്മ ഇപ്പോൾ മുഴുവൻ സമയവും അമ്പലത്തിലാണല്ലോ എന്നാണ് ശങ്കരൻ ചോദിക്കുന്നത്. മറുപടിയായി പത്മം എപ്പോഴും പ്രാർത്ഥന തന്നെയാണ്. കേൾക്കുന്ന ശങ്കരൻ അതിന്റെ ഗുണം ഇപ്പോഴറിയാനുമുണ്ട്. ശങ്കരൻ ഇപ്പോൾ പത്മത്തിനോടെ പറയുന്നുണ്ട്, വേദ കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. ഇത് കേൾക്കുന്ന പത്മം അത് മുമ്പേ തുടങ്ങിയതാണല്ലോ. മറുപടിയായി ശങ്കരൻ, ഞാൻ കരുതിയത് അത് വിക്രമിന്റെ ചേട്ടനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി മാത്രമാണെന്നാണ്. ഇപ്പൊ അവള് ചക്രവാണിയുടെ ജൂനിയറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിവസവും കോടതിയിൽ വരാറുണ്ട്. ഇന്ന് ഞാൻ അവളെ കാണുകയും ചെയ്തു. ശങ്കരൻ ഒന്നുകൂടി പറയുന്നുണ്ട്, കോടതിയിൽ വെച്ച് കേട്ടത് അവൾ മജിസ്ട്രേറ്റ് ആവാനുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോവാണെന്നാണ്. കേൾക്കുന്ന പത്മം അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കത് അങ്ങനെയാണോ തോന്നുന്നതെന്ന് ശങ്കരൻ ചോദിക്കുന്നു. മറുപടി ശങ്കരൻ, ഇതൊക്കെ അവളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനാണെങ്കിൽ നല്ലത്, മറിച്ച് എന്നോടുള്ള വാശി തീർക്കാനാണെങ്കിൽ എന്താണ് പറയുന്നതെന്ന് പത്മം ചോദിക്കുമ്പോൾ ഞാൻ പലതവണ ജയിലിലേക്ക് അയച്ച വിക്രമിന്റെ ഭാര്യയായി തന്നെ ജീവിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ ഏതെങ്കിലും കേസിൽ ജയിച്ചു കാണിക്കാനാണെങ്കിൽ മറുപടിയെ പത്മം ഒന്നുകൂടി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കുന്ന പത്മം ഒന്നുകൂടി പറയുന്നുണ്ട്, ഇനി അഥവാ അങ്ങനെ തന്നെയാണെങ്കിൽ അതില് ശങ്കരേട്ടൻ എന്താണ്? കോടതിയില് നന്നായിട്ട് കേസുകൾ പെർഫോം ചെയ്ത് അവൾ മജിസ്ട്രേറ്റിന്റെ എക്സാമും പാസ്സാവട്ടെ. ഈ കുടുംബത്തിന് അങ്ങനെ ഒരു പിന്തുടർച്ച അവകാശം ഉണ്ടെന്ന് നമുക്ക് സമാധാനിക്കാമല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ടും ശങ്കരന്റെ മുഖത്ത് സന്തോഷം കാണാത്തത് കൊണ്ട് പത്മം ഒന്ന് ചോദിക്കുന്നുണ്ട്, ഏട്ടന്റെ മനസ്സിൽ മറ്റെന്തോ ആണല്ലോ. എന്താണ് കാര്യമെന്ന് എന്നോട് പറയാനായിട്ട് പത്മം വീണ്ടും ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാതെ അവിടെ നിന്ന് പോവുകയാണ് ശങ്കരനാരായണൻ. ഈ സമയം വിക്രം ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടിലാണുള്ളത്. വിക്രം എന്താണ് ആലോചിക്കുന്നതെന്നാണ് ശ്രീനിവാസൻ ഇപ്പോൾ ചോദിക്കുന്നത്. വിക്രം ഏറ്റെടുക്കാൻ പോകുന്ന പദവി അത്ര ചെറുതൊന്നുമല്ലല്ലോ, അതിന്റെ ടെൻഷനായിരിക്കുമെന്നാണ് ശ്രീനിവാസന്റെ ഭാര്യ പറയുന്നത്. മറുപടിയായി വിക്രം, ടെൻഷനൊന്നുമല്ല, പിന്നെന്താണെന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. വേദ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ടാണോ, ശ്രീകാന്തിനെ കുറിച്ച് ഓർത്തിട്ടാണോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നു. എന്റെ പ്രശ്നം ഇവരാരുമല്ല, ആ ഫാക്ടറിയിലുള്ള തൊഴിലാളികളാണ്. ഫാക്ടറിയിലെ ഈ തൊഴിലാളികളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനുള്ള പ്രാപ്തി എനിക്കുണ്ടോന്ന് മാത്രമാണ് സംശയമെന്ന് വിക്രം പറയുന്നു. പ്രോഗ്രസീവ് പാർട്ടിയുടെ പ്രധാന നേതാവായി വിക്രം അവിടെ വേണമെന്നാണ് ശ്രീനിവാസൻ ഇപ്പോൾ വിക്രമിനോടായി പറയുന്നത്. വിക്രമിന്റെ ചേട്ടനെതിരെ ഒരു അലിഗേഷൻ വന്നപ്പോൾ നമുക്ക് നേരിടാനായിട്ട് ഒരു യൂണിറ്റി ഇല്ലാതായി പോയി. അല്ലെങ്കിൽ ആ കളി നമുക്ക് മറ്റൊരു രീതിയിൽ കളിക്കാമായിരുന്നു. ശ്രീകാന്തുമായുള്ള വിക്രമിന്റെ യുദ്ധത്തിന്റെ രീതി മാറുന്നു, അത്രമാത്രം കരുതിയാൽ മതി. അതിനുശേഷം ശ്രീനിവാസൻ നേരെ പുളിക്കനെ വിളിച്ച് വിക്രം സമ്മതിച്ചു എന്നുള്ള വിവരം സെക്രട്ടറി അറിയിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. നല്ലൊരു ദിവസം തന്നെ നോക്കി ഫാക്ടറിയുടെ യൂണിറ്റ് ഉദ്ഘാടനവും നമുക്ക് നടത്താമെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് പോയ ശേഷം പുളിക്കൻ വീണ്ടും ശ്രീനിവാസന്റെ അടുത്തേക്ക് വന്ന് ഒരാളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആരാണെന്നാണ് ശ്രീനിവാസൻ ഇപ്പോൾ ചോദിക്കുന്നത്. മറുപടി പുളിക്കൻ തേരാട്ടിൽ ശ്രീധരനാണെന്നാണ് അറിയിക്കുന്നത്. അകത്തേക്ക് വന്നോട്ടെ എന്ന് അയാൾ അനുവാദം ചോദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. നിങ്ങളൊക്കെ വീട്ടിലേക്ക് വരുന്നത് ഞങ്ങൾക്കൊരു അന്തസ്സല്ലേ? എന്നാൽ ഇത് കേൾക്കുന്ന ശ്രീധരൻ, നിങ്ങളെപ്പോൾ ഒരാളടുത്ത് സംസാരിക്കാൻ വരുന്നത് എനിക്കൊട്ടും അന്തസ്സല്ല, നമ്മൾക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ ഞാനിവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞോളാം. എന്താണ് പറയാനുള്ളതെന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. അയാൾ പറയുകയാണ്, നിങ്ങളുടെ പിൻഗാമിയായിട്ട് ഈ ഇരിക്കുന്ന ഗുണ്ടയായ വിക്രമിനെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടത് സത്യമാണോ? ഒക്കെ പാർട്ടിക്കാരുമല്ലേ എന്നാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. ആയിക്കോട്ടെ, ഈ വരുന്ന തെരഞ്ഞെടുപ്പില് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നു എന്ന് ഞാൻ കേട്ടതോ? ശ്രീനിവാസൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്? മാത്രമല്ല മുമ്പ് ചെയ്തതുപോലെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എനിക്കെതിരെ രംഗത്ത് വരുന്നത്? മറുപടിയായി ശ്രീധരൻ, വട്ടിപ്പലിശയും ഗുണ്ടായുസവും കാണിച്ച് ജനങ്ങളുടെ വോട്ടും മേടിച്ച് അവരെ ഭരിക്കാനായിട്ട് പ്രാപ്തനല്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് അതിന് നിങ്ങൾ തുനിയുന്ന പക്ഷം ഞാൻ ഏതറ്റം വരെയും പോകും. നിങ്ങൾക്കെതിരെയുള്ള പഴയ കേസുകളെല്ലാം ഞാൻ പൊടി തട്ടിയെടുക്കും. ശ്രീനിവാസൻ, പാവങ്ങളുടെ നികുതി ശമ്പളം വാങ്ങി അവരെ വിഡ്ഢികളാക്കണ്ട, ആദ്യമേ പിന്മാറിയാൽ നിങ്ങൾക്ക് നല്ലതെന്ന് അയാൾ പറയുന്നു.
ശ്രീധരൻ ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുകയാണ്. എതിരെ വേദ വരുന്നുണ്ട്. ഇത് തേറാട്ടിൽ ശ്രീധരൻ അല്ലേ എന്ന് ഒന്നുകൂടി പേര് പറഞ്ഞ് വേദ ഉറപ്പുവരുത്തുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അച്ഛനെ കാണാനായി വീട്ടിലേക്ക് വന്നിരുന്നു എന്നും ഞാൻ നിങ്ങളെ ഒരിക്കൽ കോളേജിലേക്ക് ക്ഷണിക്കാനായി നേരിട്ട് വന്നിട്ടുണ്ട്, കണ്ട് സംസാരിച്ച വിവരമൊക്കെ വേദ പറയുന്നു. അച്ഛനെന്ന് പറയുമ്പോൾ ആരാണെന്ന് അയാൾ ചോദിക്കുമ്പോൾ ജഡ്ജി ശങ്കരനാരായണൻ എന്ന് വേദ പറയുന്നു. ഇപ്പോൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസന്റെ വീട്ടിലേക്കാണെന്നാണ് വേദയുടെ മറുപടി. ശങ്കരനാരായണന്റെ മകളെ പോലുള്ള ഒരാള് എന്തിനാണ് ഈ വീട്ടിലേക്കൊക്കെ വരുന്നത്? ഇപ്പോഴാണ് അയാൾ എന്തോ ഓർക്കുന്നത് പോലെ പറയുന്നത്. ശങ്കരനാരായണന്റെ ഏതോ ഒരു മകൾ ഒരു ഗുണ്ടയുടെ കൂടെ ഒളിച്ചോടിയെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത് കേട്ടപാടെ വേദയാകെ വല്ലാണ്ടായി പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.